നമസ്കാരം. ചെന്നൈയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് ഭുവനേശ്വറിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന ഒരു കാഴ്ച. ആ യാത്രയിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. ചെന്നൈയിൽ ഉച്ചയോടെ 12 മണിക്ക് എത്തി. ഇവിടെ റൂം എടുത്ത് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ്. താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 11:50 മംഗളൂരിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ചെന്നൈ സെൻറ്ററിൽ നിന്ന് 300 മീറ്റർ മാറിയുള്ള ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. 600 രൂപയാണ് ഈ ഒരു റൂമിനായത്. ചെറിയൊരു റൂമാണ്, നല്ല വൃത്തിയുണ്ട് ഇവിടെ. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ബാഗൊക്കെ എടുത്ത് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പോവാം. പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ട്രെയിനുകൾ കേരളത്തിലേക്ക് സർവീസ് ഉണ്ട്. ചെന്നൈയിലത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ ഇതാണ്. ഇതോടൊപ്പം തന്നെ ചെന്നൈ എഗ്മോർ ഉണ്ട്, താമ്പരവും ഉണ്ട്. ചെന്നൈ സെൻട്രൽ അവിടെയാണ്, ചെന്നൈ സബർബൻ ടെർമിനൽ ഇവിടെയാണ്, ചെന്നൈ കോർപ്പറേഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് താമ്പരം മാമ്പലം ഭാഗത്തേക്കൊക്കെ നിങ്ങൾക്ക് ലോക്കൽ ട്രെയിൻ പോകണമെങ്കിൽ ഇവിടെ തന്നെയാണ് അതിൻ്റെ സ്റ്റേഷൻ വരുന്നത്, ചെന്നൈ പാർക്ക്. അപ്പോൾ എഗ്മോറിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് ലോക്കൽ ട്രെയിനിൽ പോകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എഗ്മോറിലേക്ക് പോകുമ്പോൾ മെട്രോ സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ലോക്കൽ ടിക്കറ്റ് എടുക്കാം. സമയം 9:07 പാർക്ക് സ്റ്റേഷൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ പോകാനുള്ള ട്രെയിൻ വരികയാണ്. 27 കിലോമീറ്ററിൻ്റെ യാത്ര ചെയ്യാൻ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇത് താമ്പരത്തേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ തന്നെയാണ്. ട്രെയിൻ അങ്ങനെ എഗ്മോർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള മംഗളൂരു എക്സ്പ്രസ് ഇല്ലേ, അത് പണ്ടൊക്കെ പുറപ്പെട്ടിരുന്നത് ഈ സ്റ്റേഷനാണ്. പിന്നീടാണത് താമ്പരത്തേക്ക് മാറ്റിയത്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. 45 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഇതാ താമ്പരത്തെത്തിയിരിക്കുകയാണ്. താമ്പരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാൽ തന്നെ ഇവിടുന്ന് ലോങ് ബസ്സുകളൊക്കെ കിട്ടും. മധുരായി, ട്രിച്ചി, തിരുനെൽവേലി, അങ്ങനെ പല ഭാഗത്തേക്കും. കൂടുതലും പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ് വണ്ടികളും ഉണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. നല്ല റഷാണ് ഇവിടെ. ബംഗളൂരുവിലേക്ക് വരെ ഉണ്ട് കേട്ടോ, എല്ലാ ഭാഗത്തേക്കും ഉണ്ടെന്ന് പറയാം. അപ്പം ഇവിടെയാണ് സ്റ്റേഷൻ വരുന്നത്. 10 മണിയായി. താമ്പരം സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചെന്നൈയിലെ 3ാമത്തെ തിരക്കേറിയ വലിയ സ്റ്റേഷനാണ് താമ്പരം. 1ാമത് MGR ചെന്നൈ സെൻട്രൽ, 2ാമത് എഗ്മോർ, 3ാമതാണ് താമ്പരം വരുന്നത്. ഇവിടെ നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം മാത്രം ക്ലിയർ ആയിട്ടില്ല, ബാക്കിയെല്ലാം വന്നു. 23:50. അപ്പോൾ അതെവിടെയെങ്കിലും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ചീപ്പാണ് റിട്ടയറിങ് റൂമൊക്കെ. ഡോർമെറ്ററൊക്കെ നല്ല ചീപ്പാണ്. 100 രൂപേൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അകത്ത് കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട്. ഇനി താമ്പരത്താകെ 10 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TBM എന്നാണ്. ഇത് താമ്പരം നാഗർകോവിൽ അന്ത്യോദയ എക്സ്പ്രസ് 10ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. അതുപോലെ നമ്മുടെ ട്രെയിൻ വരിക 9ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പോൾ ഷണ്ടിങ് ചെയ്ത് വരും വണ്ടി. അന്ത്യോദയ എക്സ്പ്രസ് ഇവിടുന്ന് എടുക്കുക രാത്രി 11 മണിക്കാണ്. മുഴുവനും അൺറിസർവ്ഡ് കോച്ചുകൾ മാത്രമാണല്ലോ. നല്ലൊരു വണ്ടിയാണ്. നാഗർകോവിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതിനും കയറി പോവാം, ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് അന്ത്യോദയ കണ്ടില്ലേ, അതൊക്കെ പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുന്നെയാണ് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ വണ്ടി ഷണ്ടിങ് ചെയ്തിട്ട് പോലും ഇവിടെ വന്നില്ല. ഇനി എപ്പോൾ വരുന്ന പോലും അറിയില്ല. മിക്കവാറും അതങ്ങനെ തന്നെ വരും, കാരണം നമ്മൾ പോകുന്ന വണ്ടി എപ്പോഴും ലേറ്റ് ആയിരിക്കുമല്ലോ. 11:35 ഇപ്പോഴാണ് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. ലോക്കോമോട്ടീവ് WP4 ആണ്. അതുപോലെ ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 2 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. ഒരെണ്ണം മുന്നിലും മറ്റൊന്ന് ഏറ്റവും പുറകിലും. അതുപോലെ തന്നെ ഇതിന് 2 സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സ്ലീപ്പറിലേക്ക് വരുമ്പോൾ 11 സ്ലീപ്പർ. പിന്നെയുള്ളത് തേർഡ് AC ആണ്, 3 എണ്ണം. കൊറോണയ്ക്ക് മുന്നേ ഈ ട്രെയിനിൽ സെക്കൻഡ് ACയും ഫസ്റ്റ് AC ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇല്ല. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S2 ആണ്. അപ്പോൾ S2 ഈ ഭാഗത്ത് തന്നെ വരും. ഇത് S11 ആണ്. അപ്പോൾ ഇവിടെയായിട്ട് വരും. ഈ കോച്ചിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. നോർത്തേൺ റെയിൽവേൻ്റെ കോച്ചാണ്. 2012 നിർമ്മിച്ച കോച്ച്. ഇത് ഓപ്പണായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. കോച്ച് ഇതാണ്. അപ്പോൾ നമ്മുടെ ബെർത്ത് 67ഉം 70ഉം. ഈ 2 അപ്പർ ബർത്താണ്. അതായത് ഈ ഡോറിൻ്റെ ഇവിടെ തന്നെയുള്ള ഭാഗത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയത്.
ലേറ്റ് ഒന്നും വന്നിട്ടില്ല വണ്ടിയിൽ. നേരത്തെ ട്രെയിൻ വരുന്ന സമയത്ത് കോച്ചുകളുടെ എണ്ണം പറഞ്ഞില്ലേ, അതിൽ ചെറിയൊരു തെറ്റുണ്ട്. 2 അൺറിസർവ്ഡ് കോച്ചല്ല ഉള്ളത്, 4 ഉണ്ട്. 2 മുന്നിലും 2 പുറകിലും. പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി കോച്ചും കൂടെ ഈ ട്രെയിനിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാടും തന്നെ ലേഡീസ്, സ്ത്രീകൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് പുറകിലത്തെ 2 അൺറിസർവ്ഡ് കോച്ചുള്ളത്. താമ്പരം മംഗളൂരു എക്സ്പ്രസ് ട്രെയിനിന്റെ അനൗൺസ്മെന്റ് ഉണ്ട് ഇവിടെ. തേർഡ് AC-യിലെ B2 കോച്ച് പഴയ ബ്ലൂ കളർ ICF കോച്ചാണ്. ഇവിടെ ഓൾറെഡി ബോർഡൊക്കെ മാറ്റി. താമ്പരം മംഗളൂരു എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 161-59. ഈ താമ്പരത്തിന്റെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചേണ്ട. നേരത്തെ ചെന്നൈ കോർന്ന് തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോച്ച് ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമല്ലേ? ഇന്നിപ്പോൾ ഇല്ലല്ലോ. 2008-ലെ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ കോച്ചാണിത്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ നാടായ നീലേശ്വരത്തേക്കാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് കേരളത്തിലെ മലബാർ ഭാഗത്തേക്ക് വളരെയധികം സമയമെടുത്ത് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണിത്. ബാക്കിയെല്ലാ ട്രെയിനൊക്കെ നേരെ ജോലാർപേട്ട വഴിയാണല്ലോ പോകുന്നത്. ഇത് തിരുച്ചിറപ്പള്ളി വഴിയൊക്കെ കുറച്ച് വളഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. താമ്പരത്ത് നിന്ന് നീലേശ്വരം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 445 രൂപയാണ്. താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കറക്റ്റ് 11:50 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിന് ചെങ്കൽപ്പട്ട്. ലോക്കൽ ട്രെയിനൊക്കെ വരിക അങ്ങ് അവിടെയാണ്. അവിടെ ഓൾറെഡി വണ്ടികളൊക്കെ ഉണ്ട്. ഈ ട്രെയിൻ നാളെ വെളുപ്പിനാണ് ട്രിച്ചിയിലെത്തുക. അവിടുന്ന് ഇനിയിപ്പം ലോക്കോ റിവേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടുന്ന് ഒന്നുകിൽ WP7 അങ്ങനെ ഏതെങ്കിലും ലോക്കോമോട്ടീവ് ഒക്കെ വരുന്നത്. അപ്പൊ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ മുതൽ എനിക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ 7:05 പുഗലൂർ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. വിഴുപുരം ട്രിച്ചി വഴിയൊക്കെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. വണ്ടി ഏകദേശം ഒരു 20 മിനിറ്റോളം ഡിലേ ആണ്. അതായത് നേരത്തെ എന്താ പറയാ കരൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ക്രോസിങ്ങിന് വേണ്ടി 2 വണ്ടികൾ ഉണ്ടായിരുന്നു. എറണാകുളം കാരക്കൽ ടീ ഗാർഡനും അതുപോലെ തന്നെ വാസ്കോഡ ഗാമയിൽ നിന്ന് വേളാങ്കണ്ണി പോകുന്ന വണ്ടി അത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം അവിടെ നിർത്തിയിട്ടു. അതാണ് ഡിലേ ആയത്. പക്ഷേ ഡിലേ ഒന്നും ഒരു കാര്യമാണ്, കാരണം ഈ വണ്ടിക്ക് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. അതെ, അതുപോലെ തന്നെ രാവിലെ നല്ല തണുപ്പാണ്. ഈ കോച്ച് കണ്ട S1 നല്ല ആഡാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് WP7 ആണ്. അത് നമുക്ക് കുറച്ച് അങ്ങെത്തുമ്പോൾ ഒരു നല്ലൊരു കർവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ട്രെയിൻ തന്നെ കാണാം. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു നല്ല സ്റ്റേഷൻ. പിന്നെ ഇന്നലെ രാത്രിക്കത്തെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2 ദിവസത്തെ ഉറക്കം കണക്ക് തന്നെയായിരുന്നു. പിന്നെ ഈ ട്രെയിനിലത്തെ ഉറക്കം പറയുമ്പോൾ നമ്മൾ കയറുന്ന അവിടെ നിന്നാണല്ലോ ഇരുന്നത്. അതായത് ഈ വെളിച്ചം നേരെ കണ്ണിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഉറക്കമൊക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഈ സൈഡ് ഭാഗത്ത് കിട്ടിയാൽ ഏകദേശം അങ്ങനെ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ലോക്കോ ഒന്നും നോക്കിയില്ല കേട്ടോ. ഇതിൻ്റെ ഹോണടി കേട്ടിട്ടാണ് ലോക്കോ WP7 ആണെന്ന് പറഞ്ഞത്. ഈ ലൈറ്റില്ലേ, ഇത് ഇവിടുന്ന് ഓഫ് ആവുകയില്ല. അതായത് ഈ സൈഡ് അപ്പറിൻ്റെയും അപ്പറിൻ്റെയും ഭാഗത്ത് കിടക്കുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഈ ലൈറ്റ് എന്താ പറയുക ബാധിക്കും. 7:17 ട്രെയിൻ ഇതാ കൊടുമുടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് ഈറോഡ്. ഈ കാണുന്ന ട്രാക്കില്ലേ, അത് കാട്ട്പാടി സേലം ഭാഗത്ത് നിന്ന് വരുന്ന റൂട്ടാണ്. ട്രെയിൻ അങ്ങനെ ഈറോഡ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ കോയമ്പത്തൂർ മെയിൻ ലൈനിലേക്ക് ഇതാ കയറുകയാണ്. 7:50 ട്രെയിൻ അങ്ങനെ ഇതാ ഈറോഡ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ട്രെയിൻ 20 മിനിറ്റോളം ഡിലേ ആണെന്ന് പറഞ്ഞില്ലേ, ഈറോഡ് എത്തുമ്പോഴത്തേക്കും ഓൺ ടൈം തന്നെ ആയി. കാരണം ഇതിന് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. അതുപോലെ തന്നെ ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രാവിലെ കഴിക്കേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കണം. ഇവിടെ എവിടെയെങ്കിലും കാണണമല്ലോ ഇഡ്ഡലി വട. അത് അങ്ങ് അവിടെ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. 2 ഇഡ്ഡലി വട.
ഇവിടെ 10 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അപ്പൊ ഇത് ക്ലീനിങ്ങിന്റെ സ്റ്റാഫുകളാണ്. അതായത് ആ ഒരു വാഷ് ഏരിയ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ തന്നെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഇവരിവിടെ നല്ല രീതിയിൽ തന്നെ വൃത്തിയൊക്കെ ആക്കുന്നുണ്ട്. 40 രൂപയാണ് ഈ ഒരു ഇഡ്ഡലിയുടെ സെറ്റിനായത്. ഒരു വടയുണ്ട്, 3 ഇഡ്ഡലിയും ഉണ്ട്. ചട്നി ഇല്ല, പകരം സാമ്പാറാണ്. ചില ഇഡ്ഡലി വടയിലെല്ലാം ചട്നിയോ ചമ്മന്തിയോ കിട്ടും, ഇതിലതില്ല. നമ്മുടെ സാമ്പാർ മാത്രം. ഇതൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ്. 8:55 ട്രെയിൻ ഇതാ തിരുപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ സദേൺ റെയിൽവേയിൽ ചെന്നൈ ഡിവിഷന് കീഴിലുള്ള ട്രെയിനാണിത്. അതുപോലെ തന്നെ ഇപ്പം ഇത് വരുന്ന താമ്പരത്ത് നിന്നാണല്ലോ. നേരത്തെ ഈ വണ്ടി ഉണ്ടായത് ചെന്നൈ എക്മോർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പേര് പറയുമ്പോൾ എല്ലാവരും എക്മോർ എന്നേ പറയും. കാരണം ആ ഒരു പഴയ പേര് അങ്ങനെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ പഴയ ഇതിന്റെ ലിങ്ക് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ പറയും ഏത് വണ്ടിക്കാ പോകുന്നത്, ഞാൻ ലിങ്കിനാന്ന് പറയും. അങ്ങനെയാണ് അതിന്റെ ഒരു പേര് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അത് പറയുമ്പോൾ 2 വണ്ടികളുടെ കാര്യം എടുത്തു പറയാനുണ്ട്. ഒന്ന് വെച്ചാൽ 1980 മലബാറിൽ ഏറ്റവും പഴക്കമുള്ള ഒരു വണ്ടിയായിരുന്നു മംഗലാപുരം പാലക്കാട് വണ്ടി ഉണ്ടായത്. ലിങ്ക് എക്സ്പ്രസ് ആണ് അത് അറിയപ്പെടുന്നത്. അതായത് കൊച്ചിൻ ഹാർബർ എന്നില്ല ദീർഘദൂര ട്രെയിനുകൾക്കുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ആ ഒരു ട്രെയിൻ ഉണ്ടായത്. പിന്നെ മറ്റൊരു ട്രെയിൻ പറയുകയാണെങ്കിൽ 2003 സമയത്ത് ചെന്നൈയിൽ നിന്ന് തിരുച്ചിറപ്പള്ളി വഴി ഈറോഡിലേക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു എക്സ്പ്രസ്. അത് 2006 ഈറോഡിൽ നിന്ന് കോയമ്പത്തൂരേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു വണ്ടി എന്ന് പറയുക 2007 സമയത്ത് അത് വീണ്ടും മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ചെന്നൈ ടു മംഗലാപുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുക, ഞാൻ ആദ്യം ഒരു വണ്ടി ഓർമ്മല്ലോ, നമ്മുടെ ലിങ്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്, അതായത് മംഗലാപുരം പാലക്കാട് എന്ന് പറഞ്ഞൊരു വണ്ടി, അത് റദ്ദാക്കുകയും പിന്നെ എല്ലാം കൂടിയിട്ട് ഒരു വണ്ടിയായിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പിന്നെന്താ പറയുക, പിന്നെ വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു 1980 ഒരു വണ്ടി പറഞ്ഞില്ല, അതിൻ്റെ വണ്ടി നമ്പർ വരുന്നത് 87-88 എന്നാണ്. അത് തന്നെയാണ് പാലക്കാട് വരെ ഉണ്ടായതും. പാലക്കാട് നിന്ന് ഈ പറഞ്ഞ തിരുച്ചിറപ്പള്ളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നും അതുപോലെ തന്നെ ചെന്നൈയിലേക്കൊന്നും പറയുന്നവരും ഉണ്ട്. അതാണ് പറഞ്ഞത്, കൺഫ്യൂഷൻ ആവുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയുന്നവരുണ്ടെങ്കിൽ വ്യക്തമായി ഒന്ന് കമന്റ് ചെയ്യണം. ട്രെയിൻ എങ്ങനെ കോയമ്പത്തൂരിലേക്ക് ഇതാ എത്തുകയാണ്. സ്റ്റേഷനിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു റോഡ് കാണാം. സ്റ്റേഷൻ അതാ തൊട്ട് മുന്നിൽ. 10:03 കോയമ്പത്തൂർ ജംഗ്ഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഇവിടെ 2 WP7 കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇത് കോയമ്പത്തൂർ മയിലാടുതുറൈ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇതിന്ന് സർവീസ് ഇല്ല. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ നല്ല പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരുപാട് മലയാളികളൊക്കെ ഇവിടെ നിന്ന് കയറും. അടുത്തതിന് പോത്തന്നൂരാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് പിന്നെ പാലക്കാട്. கனிவான கவனத்திற்கு வண்டி எண் 1615 தாம்பரம் மேங்களூர் எக்ஸ்பிரஸ் வயா போதனூர் ஜங்ஷன் பால்காட் ஷார்னூர் ஜங்ஷன் கண்ணூர் நடைமேடை 1 உள்ளது. Your attention please. Train number 16159 താമ്പരം മാംഗ്ലൂർ എക്സ്പ്രസ്. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിന്റെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കോയമ്പത്തൂർ മയിലാടുതുറൈ ജനശതാബ്ദിയും വളരെ പരിതാപകരമാണ്. പഴക്കം ചെന്ന കോച്ചുകളാണ് ഇതിന്. ഇവിടെ തന്നെയാണ് റെയിൽവേൻ്റെ ഡോർമെട്രി ഒക്കെ വരുന്നത്. അതായത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഈ ഭാഗത്ത് സ്റ്റെപ്പ് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലെത്തണം. 10:12 കോയമ്പത്തൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് പോയാൽ പോത്തന്നൂരിലെത്തും. ഇതിലൂടെ ഒരു ട്രാക്ക് വരുന്ന കാണുന്നില്ലേ, ഇത് തിരുപ്പൂരിൽ നിന്ന് നേരെ കോയമ്പത്തൂർ ടച്ച് ചെയ്യാതെ പോത്തന്നൂരിലേക്കുള്ള ലൈനാണ്. മാംഗ്ലൂർ, MGR, ചെന്നൈ സെൻട്രൽ, സൂപ്പർ ഫാസ്റ്റ്, അതുപോലെ തന്നെ മെയിൽ, അതൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ട് പാലക്കാടേക്ക്. അതിനിടയിലാണ് നല്ല അടിപൊളി കാഴ്ചകളുള്ളത്. വാളയാർ വഴിയൊക്കെ പോകുമ്പോൾ നല്ല മലനിരകളൊക്കെ ഇനി നമുക്ക് കാണാം. ഇവിടെ മധുക്കര സ്റ്റേഷൻ കഴിഞ്ഞോടെ തന്നെ മലമുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അത് കയറി പോകാനുള്ള ഒരു
പടിക്കെട്ടുകൾ നമുക്ക് അവിടെ കാണാം. പശ്ചിമഘട്ട മലനിരകൾ കണ്ടുകൊണ്ടിതാ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ ഭാഗത്ത് ഏറ്റവും വലിയൊരു മലനിര ഇത് തന്നെയാണ്. അധികം വ്യക്തമാവുന്നില്ല കാരണം ഇന്ന് വലിയ വെയിലൊന്നുമില്ല. എട്ടിമടി സ്റ്റേഷനാണിത്. അപ്പം അവിടെ നിന്ന് തന്നെ കാണുന്നൊരു കാഴ്ചയാണ്. ശരിക്കും നല്ല വ്യൂ കിട്ടുന്നത് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുമ്പോഴാണ്. നല്ല വളഞ്ഞ അടിപൊളി റൂട്ടാണ്. ഈ ഭാഗത്താണ് കൂടുതലായിട്ടും ആന ഇറങ്ങുന്നത്. ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ അവിടെയാണ്. കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിലോട്ട് കയറുന്നതാണ്. മലനിരേൻ്റെ ഈ താഴെ ഭാഗത്ത് മുഴുവനും കൃഷിയാണ്. ഇതൊക്കെ വാഴയാണ്, വാഴക്കൃഷി. നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലേക്ക് കയറാണെന്ന്. ഇവിടെ ഒരു ചെറിയൊരു റിവർ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് അവിടെ നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വെൽക്കം ടു കേരള ബോർഡ് ഇപ്പോൾ ഇവിടെ കാണാം. വെൽക്കം ടു കേരള. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വെൽക്കം ടു തമിഴ്നാട്. വാളയാർ, കേരളത്തിലെ ആദ്യ സ്റ്റേഷൻ. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. കഞ്ചിക്കോട് സ്റ്റേഷനാണിത്. അതിൻ്റെ നടുഭാഗത്ത് തന്നെ ഈ ഒരു ഗുഡ്സ് ട്രെയിൻ ഉള്ളതുകൊണ്ട് കിട്ടുന്നത്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:18. ഇത് പാലക്കാട് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് വയ പഴനി. ഇവിടെ നിൽക്കും തോന്നുന്നു. അല്ല, നമ്മൾ ഏറ്റവും മുന്നിലല്ലേ ഉള്ളത്. എത്ര സ്ലോ ആയിട്ടാണ് പോകുന്നത്. പാലക്കാട് ഈ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനി ഒറ്റപ്പാലം, ഷൊർണൂർ, അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് 2 ചൂട് കാപ്പി വാങ്ങിച്ചിരിക്കുകയാണ്. ഒരെണ്ണത്തിന് 10 രൂപയാണ് ആയത്. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി പഴനിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. അമൃത എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് പോവുക. സിംഗിൾ റൂട്ടാണിത്. എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി. പാലക്കാടൻ ബ്യൂട്ടി. ഈ കാണുന്നത് നെല്ലാണ്, നെൽകൃഷി. ട്രെയിൻ ഇങ്ങനെ ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ തമിഴ്നാട്, കേരളം, കർണാടകം. അതിൻ്റെ നടുഭാഗത്തൊരു ഇതും കൂടിയുണ്ട്, പുതുച്ചേരി. അതായത് മാഹി വഴിയും ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. താമ്പരത്തിനും മംഗലാപുരത്തിനും ഇടയിൽ ഈ ട്രെയിൻ ആകെ 45 സ്റ്റോപ്പുകളാണുള്ളത്. കേരളത്തിൽ മാത്രം 26 സ്റ്റോപ്പ് ഉണ്ട്. അതായത് ഒരുപാട് സ്ഥലത്ത് ഈ വണ്ടി നിർത്തി പോകുന്നുണ്ട്. നമ്മൾ ചെന്നൈ ഭാഗത്ത് നിന്ന് നമ്മുടെ നീലേശ്വരത്തേക്ക് പോവുകയാണെങ്കിൽ 3 ട്രെയിനാണ് പ്രധാനമായിട്ട് ഉള്ളത്. എന്ന് വെച്ചാൽ കൂടുതൽ സമയം എടുക്കുന്ന ഇതാണ്. ഇത് ഏകദേശം ഒരു 17 മണിക്കൂർ 20 മിനിറ്റ് എടുക്കുന്നുണ്ട് ചെന്നൈ താമ്പരത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ നീലേശ്വരത്തേക്ക്. വേറെ മറ്റൊരു വണ്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അത് 13 മണിക്കൂർ 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. പിന്നെയുള്ളത് വെസ്റ്റ് കോസ്റ്റ് ആണ്. അതൊരു 14 മണിക്കൂറിൻ്റെ അടുത്ത്. ഈ പറഞ്ഞു വന്നത് ഇത് ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ പതുക്കെയാണ്, പിന്നെ വളഞ്ഞു വരുന്നതൊക്കെയാണ് ഈ പറഞ്ഞ സമയം എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിനെ കുറിച്ച് പറയാനുണ്ടല്ലോ, പകൽ സമയത്ത് പോകാൻ പറ്റിയ നല്ല വണ്ടിയാണ്. ഇപ്പോൾ രാവിലെ കോയമ്പത്തൂർ കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നമ്മുടെ മംഗലാപുരം, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾക്ക് കയറാം. പാലക്കാട് നിന്ന് കയറാം. നമ്മുടെ പാലക്കാടൊക്കെ പോയ സമയത്ത് തിരിച്ച് കണ്ണൂർ നമ്മുടെ ഭാഗത്തേക്കൊക്കെ കയറിയത് അത് ഇതേ വണ്ടിക്ക് തന്നെയാണ്. ഒറ്റപ്പാലത്ത് നിന്ന് ഷൊർണൂർ സ്കിപ്പ് ചെയ്ത് നേരെ വടക്കാഞ്ചേരി, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കാണിത്. ഇത് വടക്കാഞ്ചേരിയിൽ നിന്ന് നേരെ ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന ട്രാക്കാണ്. അവിടെ ഒരു ലോക്കോമോട്ടീവും കാണാം. ഷൊർണൂർ ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12:27 ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഗാന്ധിധാം, തിരുനെൽവേലി, ഹംസഫർ ഉണ്ട് ഇവിടെ.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ വാങ്ങിക്കാം. ഷൊർണൂരിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ഊണുണ്ട്. ഊണ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. 120 രൂപേൻ്റെ ഊണുണ്ട്, 80 രൂപേൻ്റെ ഊണുണ്ട്. ഞങ്ങളതിൽ 120 രൂപേൻ്റെ ഊണാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ 80 രൂപേൻ്റെ ഊണാണ് വാങ്ങിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മീൻകറി ഉണ്ട്, ഇവിടെ ചോറുണ്ട്, ഒരു അയില ഫ്രൈ ഉണ്ട്, അത്യാവശ്യം വലിയ പീസ് തന്നെയാണ്. പിന്നെ ഒരു തോരനുണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്. ഒരുപാട് നാളത്തിന് ശേഷമാണ് ഇപ്പം ഊണ് കഴിക്കുന്നത്. ആദ്യം തന്നെ ഊണ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ മീൻകറി എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ചെക്ക് ചെയ്തു. എറണാകുളത്ത് നിന്ന് മീൻകറി ഊണെന്ന് പറഞ്ഞിട്ട് തന്നത് സാമ്പാറാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഊണ് കഴിക്കാം. നല്ല ചൂടുണ്ട്. ട്രെയിൻ പട്ടാമ്പി സ്റ്റേഷൻ കഴിഞ്ഞ് പട്ടം കഴിക്കുന്ന സമയത്താണ് പട്ടാമ്പി എത്തിയത്. ഇപ്പോൾ 1:05 ആയി. ട്രെയിൻ ഇതാ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു വളവ് തന്നെയാണ്. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് കേൾക്കൊന്നും വേണ്ട. കുറ്റിപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ലോക്കോമോട്ടീവ് W7 തന്നെയാണെന്ന്. ഇതങ്ങനെ വരൂ. റിസോർട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് അവിടെ. ഡോറിൻ്റെ അവിടേക്കാണ് ഇരിക്കുന്നത്. 1:21 ട്രെയിൻ ഇതാ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നൊക്കെ നല്ല തിരക്കുണ്ട്. ഇനി അങ്ങോട്ട് കണ്ണൂർ വരെ നല്ല തിരക്കായിരിക്കും. ഇനി അടുത്ത സ്റ്റോപ്പ് താനൂര്, പരപ്പനങ്ങാടി അങ്ങനെയാണ്. കടലുണ്ടി. ഇവിടെ ഇതിന് സ്റ്റോപ്പുണ്ട്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അടുത്തത് ഇനി ഫെറോക്കാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്. ട്രെയിൻ ഇപ്പോൾ ഫെറോക്ക് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്തു പോകും. അതിവിടെ എത്താനായി ഒരു 2 കിലോമീറ്റർ പുറകിലുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇവിടുന്ന് സിഗ്നൽ കിട്ടി. രണ്ട് 40-നാണ് കോഴിക്കോട് എത്തേണ്ടത്. 2:04 എത്തി. ഒരുപാട് മുന്നേ എത്തി വണ്ടി. കോഴിക്കോട് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. അവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് മംഗളൂരു കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് പുറപ്പെട്ടു. ഈ ഇൻ്റർസിറ്റിയും ബാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യും. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം, അത് കഴിഞ്ഞിട്ട് 2, പിന്നെ 1. ഈ ഇൻ്റർസിറ്റി അവിടെ നിന്ന് എടുത്തതല്ല, അവിടെ വന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 5 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അതായത് 2:40 എത്തിയിട്ട് 5 മിനിറ്റ് നിർത്തി 2:45 വണ്ടി എടുക്കാറുള്ളത്. ഇപ്പം എന്താ പറയുക, 2:15, അതായത് അരമണിക്കൂർ മുന്നേ തന്നെ
ബിഫോർ ടൈം എന്ന് പറയാം, നേരത്തെ വണ്ടി എത്തി. വണ്ടി നേരത്തെ ഏത് സ്റ്റേഷൻ എത്തിയാലും കൃത്യമായി പുറപ്പെടുന്നത് ഏത് സമയമാണോ ആ സമയത്ത് മാത്രമേ വണ്ടി എടുക്കുള്ളൂ. അതുവരെ നമ്മളിവിടെ എന്താ പറയുക പോസ്റ്റായി കിടക്കുക തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഫെറോക്ക് കഴിഞ്ഞല്ലോ, ഫെറോക്കിൽ നിന്ന് കോഴിക്കോടേക്ക് 9 കിലോമീറ്ററാണ് ഉള്ളത്. ആ 9 കിലോമീറ്റർ ടൈം ഇത് എടുക്കാനുള്ള സമയം 40 മിനിറ്റാണ് റെയിൽവേ നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് അവിടെ എത്തുന്നത് എത്രയാ 2 മണിക്കാണ്. അതിൻ്റെ ടൈം ഇങ്ങനെ വരുന്നത് ഇവിടെ 2:40 മിനിറ്റ് ഒക്കെ വേണം ശരിക്കും പറഞ്ഞാൽ 9 കിലോമീറ്റർ പോകാൻ വേണ്ടി. അതാണ് പറഞ്ഞത് ഈ ട്രെയിനിന് നല്ല സ്ലാക്ക് ടൈം ഉണ്ട് ഉള്ളത്. ഇനിയും കുറച്ചും കൂടെ ടൈം വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ നീലേശ്വരിൽ എത്ര പെട്ടെന്ന് എത്തിയാലുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ട്രെയിനിൻ്റെ ഈ ഒരു ടൈമിങ്ങിൽ ഇപ്പോൾ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. നേരത്തെ ഇതിൻ്റെ ടൈമിംഗ് കുറച്ച് വൈകിട്ടാണ് ഉണ്ടായത്. അതൊരു 4 മണി സംതിങ്ങിനാണ് ഉണ്ടായത്. അതായത് നമ്മളെ പരശുറാം വന്നിട്ട് ഇപ്പോൾ കോഴിക്കോട് വന്നിട്ട് ഒരുപാട് നേരം കിടക്കാറുണ്ടല്ലോ, ആ പരശുറാമിന്റെ ടൈമിങ്ങിൽ ഓടിയ വണ്ടിയായിരുന്നു ഇത്. എന്താ പറയാ, പരശുറാമിന്റെ ടൈമിങ്ങിൽ എന്താ പറയാ, പരശുവിന്റെ ടൈം ഇതിനും കിട്ടി, ഇതിന്റെ ടൈം പണ്ടത്തത് പരശുവിനും കിട്ടി. അതെ അതെ. ഇവിടെ ഒരു എലി ഇത് ഒരെണ്ണം മാത്രമാണ്. ഇവിടെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. അല്ലെങ്കിൽ അതിനെയും കൂടെ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ കിട്ടിയാണ്. ഒരുപാട് എലികളുടെ ശല്യം ഉണ്ട് കേട്ടോ. ഇതാ അതിപ്പോൾ നേരത്തെ അടിയിലോട്ട് പോയത് തന്നെയാണ്. വേസ്റ്റ് എടുത്തിട്ട് അതതിൻ്റെ കൂട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അതിനകത്തോട്ട് പോയത് മിക്കവാറും ഇന്ത്യയിലത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ, നമ്മൾ ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വ്യക്തമായി കാണിച്ചു തന്നെയാണ് ആ തറയിടുന്നത് അതിനകത്തുനിന്ന്. അത് തന്നെയാണ് പുറത്തിറങ്ങി വരുന്നത്. ട്രെയിൻ ഇപ്പോൾ വടകര എത്താനേ. കൊയിലാണ്ടി സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ ഇതാ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 3:30. ഇനി അടുത്ത സ്റ്റോപ്പ് മാഹി, അത് കഴിഞ്ഞ് തലശ്ശേരി, കണ്ണൂർ. കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി. 4 മണിയായി. തലശ്ശേരി സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ. ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ കോഴിക്കോട് നിന്ന് 2 എഞ്ചിനെടുത്ത കണ്ണൂർ പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അതിന് കണ്ണൂർ എത്തുന്നതിന് മുന്നേയുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യും. കാരണം കണ്ണൂരിൽ ആദ്യം എത്തേണ്ടത് നമ്മുടെ വണ്ടി തന്നെയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിനെ കണ്ണൂർ സൗത്ത് നിന്നാണ് ഓവർടേക്ക് ചെയ്തത്. അതിന് നേരെ ഇവിടെ വരും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. എന്നിട്ട് കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറായിട്ട് ഇവിടുന്ന് പോകും. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ കോഴിക്കോട് നിന്ന് കണ്ണൂരും കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ ആൾക്കാർ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്ക് വരുന്നുണ്ട്. ടി വേക്കൻ്റ് ഉള്ള സീറ്റുകളൊക്കെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കയറുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇത് SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ്. 5 മിനിറ്റാണ് കണ്ണൂർ സ്റ്റോപ്പ് ഉണ്ടായത്. ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണപുരം. 4:50 ട്രെയിൻ ഇത് പഴയങ്ങാടി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം എക്സ്പ്രസ്.
5:05 പയ്യന്നൂർ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ പുതിയ പാർക്കിംഗ് ആണ്. 2 വീലർ പാർക്കിംഗ് ഒക്കെ ഇങ്ങ് അവിടെയാണ്. നല്ല വികസനം വന്നു ഇത് ഇവിടെ പയ്യന്നൂരിൽ. പയ്യന്നൂർ ട്രെയിൻ അങ്ങനെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ചെന്നൈയിലെ താമ്പരത്ത് നിന്ന് മംഗലാപുരം വരെ ഈ ട്രെയിൻ ആകെ ഓടുന്ന ദൂരം 963 കിലോമീറ്ററാണ്. ഇനി അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള നീലേശ്വരം. ട്രെയിൻ നമ്പർ 22654 ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിൻ മംഗലാപുരം വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കണ്ണൂരാണ്. കാസർഗോഡ് സ്റ്റോപ്പില്ല, പക്ഷേ ഈ ട്രെയിൻ ചങ്ങനാശ്ശേരിയൊക്കെ സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിനിൽ ഞങ്ങൾ അൺറിസേർവ്ഡിൽ പനവേല് മുതൽ മംഗലാപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ താമ്പരത്ത് നിന്നും 884 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ നീലേശ്വരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:30, 10 മിനിറ്റ് വണ്ടി ഡിലേ ആണ്. ഇനി വണ്ടി ഇവിടെ നിന്ന് ഇപ്പം എടുക്കും. നല്ല ഹോണല്ലേ. ഇനി അടുത്ത സ്റ്റോപ്പ് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, അങ്ങനെയാണ്. നോൺ HOG ലോക്കോ. എത്ര ദിവസത്തിന് ശേഷമാണെന്നറിയാം നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുവഴി തന്നെ നമുക്ക് ട്രെയിൻ പോകുന്നതൊക്കെ നല്ല രീതിയിൽ കാണാം. ഇവിടെ ഇരിക്കേണ്ട സംവിധാനമൊക്കെ ഉണ്ട്. അതങ്ങനെ പോയി. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ വണ്ടി ഇവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയാണ്. 30 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. 1 മണിക്കൂറാണ് സമയം. ഈ റോഡ് നേരെ പോകുന്നത് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെയാണ്. ഇത് കൊന്നക്കാടേക്ക് പോകുന്നൊരു KSRTC ആണ്. മലബാർ. ഇതിനും 1 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പം സമയം 6:30. ഞങ്ങൾ ഈ യാത്രയിൽ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു 4:30 അതായത് അവിടെ നേരത്തെ ഇരുട്ടാവുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. അത് ടൈം സോണിൻ്റെ ആണ് കേട്ടോ. അപ്പം ആ ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് എങ്ങനെയാലും ഉണ്ട്. നമ്മൾ ആ വീഡിയോയിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ ടൈം സോണിൻ്റെ കാര്യം ഇരുട്ടാവും നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഈ താമ്പരം മംഗളൂരു എക്സ്പ്രസ്സിന് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മംഗളൂരു വെസ്റ്റ് കോസ്റ്റ്, മംഗളൂരു സൂപ്പർ ഫാസ്റ്റ്, മംഗളൂരു മെയിൽ ഈ ട്രെയിനൊക്കെ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ഈ ട്രെയിൻ എടുക്കുക. കാരണം ഒരുപാട് റണ്ണിങ് ടൈം ഇതിന് കൂടുതലാണ്. അതായത് പകലിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ടിക്കറ്റ് എടുക്കുക. കാരണം ഒരുപാട് എന്താ പറയുക മുഷിഞ്ഞു ഒരുപാട് ടൈം എടുക്കുന്നതാണല്ലോ. പിന്നെ വണ്ടി തിരക്കിടില്ല, നല്ല വണ്ടിയൊക്കെയാണ്. ഈ പറഞ്ഞ ചിലപ്പോൾ ഇപ്പം മിക്കവാറും മറ്റേ ട്രെയിനുകൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് RACing മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ ഇതിൽ സ്ലീപ്പറും ഉണ്ട്, വേണമെങ്കിൽ സെക്കൻഡ് സീറ്റിംഗ് എടുക്കാം. സെക്കൻഡ് സീറ്റിംഗിലൊക്കെ ഇത്രയും ദൂരം വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. സെക്കൻഡ് സീറ്റിംഗ് നമുക്ക് ഷോർട്ട് ജേർണിക്ക് മാത്രമേ എടുക്കുന്നവരുണ്ട് കേട്ടോ. എടുക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ AC പ്രിഫർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യാത്രയായിരുന്നു. ശരിക്കും പറയാനൊന്നുമില്ല, ഒരു തരക്കേടില്ല, ഒരു അസുഖമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ എത്തി. ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുളിക്കൊക്കെ ചെയ്യല്ലോ. അപ്പൊ രണ്ടുപേർക്ക് ജലദോഷം വന്നു ഒറ്റ വ്യത്യാസം ഉണ്ടല്ലോ. അത് 2 ദിവസത്തിനുള്ളിൽ ശരിയായിക്കോളും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ എന്താ പറയാ, പുതിയൊരു യാത്ര വീണ്ടും പോകണം. അതും ഇതേപോലെ നോർത്ത് ഇന്ത്യ ആണ് ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറൊരു കാര്യം, എവിടെയാണ് പോകേണ്ടതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അതിൽ നല്ല സ്ഥലങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.